ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾക്ക് ഒരു കുറവുമില്ല. എന്തായാലും ആടി ഉലഞ്ഞിരിക്കുകയാണ് സിനിമാ മേഖല ഒന്നാകെ, മാത്രമല്ല സംസ്ഥാന സർക്കാരും. കൂടുതൽ പ്രതികരണം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രഞ്ജിത്തിനെതിരായ അന്വേഷണം ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. സാംസ്കാരിക വകുപ്പ് മന്ത്രി അടക്കം പഴി കേൾക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് വേഗത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വിനീഷാണ് നമ്മളോടൊപ്പം ചേരുന്നത്. വിനീഷ്, ഈ എന്താ പറയുക, വിവാദ കൊടുമുടിയിലാണ്. ഒരു ഭാഗത്ത് സർക്കാർ ഇത്രകാലം എന്തിനിത് മൂടി വെച്ചു എന്നുള്ള ചോദ്യം ഉയരുന്നു. വിനീഷ്, 4.5 വർഷം ഈ റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും ഉണ്ടായില്ല. വല്ലാതെ സമ്മർദ്ദം വരികയും വിവരാവകാശ കമ്മീഷൻ ഇടപെടുകയും ചെയ്ത ശേഷം ഇത് പുറത്തുവിടുന്നു. പുറത്തുവിട്ടപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറയുന്നു ചില ഭാഗങ്ങൾ മറച്ചു വെക്കണം എന്ന്. അതിനും അപ്പുറം വല്ലാതെ അങ്ങ് വെട്ടിമാറ്റിയിട്ടാണ് സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അപ്പോൾ അവിടെ തന്നെ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ, ആരുടെയൊക്കെയോ മുഖം മറയ്ക്കാൻ, ഒളിക്കാൻ സർക്കാർ ഒരു ശ്രമം നടത്തിയിരുന്നു എന്ന് വ്യക്തം. ഒടുവിൽ ഇതിനെ പ്രതിരോധിച്ചൊക്കെ രംഗത്തെത്തിയ 1-2 വമ്പന്മാർ തന്നെ രാജിവെക്കേണ്ട അവസ്ഥ വന്നു. വിനീഷ്, ഈ രാജിയിൽ അവസാനിക്കുമോ? അന്വേഷണം ഉണ്ടാകുമോ? ഇവർക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ വരുന്നു. കൂടുതൽ പേർ പരസ്യമായി രംഗത്ത് വരുന്നു. ആരുടെയൊക്കെയോ സ്വകാര്യത സംരക്ഷിക്കാൻ എന്ന് സർക്കാർ വാദിച്ചെങ്കിൽ ഇന്ന് പലരും പരസ്യമായി രംഗത്ത് വന്ന ആരോപണ ശരങ്ങൾ ഉന്നയിക്കുകയാണ്. എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത്? സിനിമാ ലോകം, 2 സർക്കാർ. തീർച്ചയായിട്ടും പ്രദീപ്, വലിയ രീതിയിൽ സർക്കാരിനെയും ഒപ്പം തന്നെ സിനിമാ മേഖലയും പ്രതിസന്ധിയിലാക്കുന്ന കാര്യത്തിൽ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. ആദ്യഘട്ടം മുതൽ സർക്കാരിന്റെ വാദം ഇത്തരത്തിലായിരുന്നു. പരാതി ലഭിച്ചാൽ ഇത് ഈ ഹേമ കമ്മിറ്റിയിലെ മൊഴികൾ നൽകിയ നടിമാരുടെ പരാതികൾ ലഭിച്ചാൽ മാത്രമേ നടപടിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന നിലപാടായിരുന്നു സംസ്ഥാന സർക്കാർ ആദ്യം കൈക്കൊണ്ടത്. അതിനുശേഷം വലിയ രീതിയിലുള്ള ചർച്ചകൾ, വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തീരുമാനിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി. അങ്ങനെ തൽക്കാലത്തേക്ക് തടിയൂരാനുള്ള അല്ലെങ്കിൽ മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്നത്. ഒപ്പം തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആദ്യഘട്ടം മുതൽ വ്യക്തമാക്കിയിരുന്നത് ഇത്തരത്തിലായിരുന്നു. പരാതി ലഭിച്ചാൽ മാത്രമേ നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് സജി ചെറിയാൻ മന്ത്രി പല ഘട്ടങ്ങളിൽ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ പ്രതിഷേധങ്ങൾക്കൂടെ ഒടുവിലാണ് ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. ഒപ്പം തന്നെ സിനിമാ ലോകത്ത് അമ്മയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് സിദ്ദിഖും രാജിവെക്കുമ്പോൾ അത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഒപ്പം തന്നെ രഞ്ജിത്തിനെതിരെ, ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നു. ബംഗാളി നടി അടക്കമുള്ളവർ രംഗത്തെത്തി രഞ്ജിത്തിനെതിരെ പരസ്യമായി തന്നെ നിലപാടുകൾ എടുക്കുന്നു. രഞ്ജിത്ത് ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരസ്യമായ വെളിപ്പെടുത്തൽ വരുന്നു. അങ്ങനെ സിനിമാ ലോകം പൂർണ്ണമായും ആടി ഉലഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് സർക്കാരും ആടി ഉലഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ 2019 ഡിസംബർ 31 തീയതിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് ഹേമ കമ്മിറ്റി നൽകുന്നത്. അതിനുശേഷം കഴിഞ്ഞ 4.5 വർഷം റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് പല ഉന്നതരെയും സംരക്ഷിക്കാനുള്ള ഒരു നിലപാട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് അന്ന് സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അന്ന് റിപ്പോർട്ടിൽ തന്നെ പരാമർശമുണ്ടായിരുന്നത് ഇത്തരത്തിലാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സാരാംശങ്ങൾ, പ്രത്യേകിച്ച് പോക്സോ നിയമം, കാസ്റ്റിംഗ് കോച്ചിങ് നടക്കുന്ന സമയത്തുള്ള പോക്സോ നിയമപ്രകാരം പോലും കേസെടുക്കാനുള്ള കുറ്റകൃത്യങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. ലൈംഗിക അതിക്രമ സർക്കാരിന് സ്വമേധയാൽ കേസെടുക്കാവുന്ന കുറ്റകൃത്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമം ക്രിമിനൽ കുറ്റ നടപടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേസെടുക്കാവുന്ന കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ നിലനിന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഇതൊന്നും മുഖവിലക്കെടുക്കാതെ ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും സംസ്ഥാന സർക്കാർ നിലവിലെ സാഹചര്യത്തിൽ മുഖം രക്ഷിക്കാനുള്ള നടപടിയിലേക്ക് പോകുന്നു. പ്രമുഖ സിനിമാ ലോകത്തെ പ്രമുഖരുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ ഉയർത്തു വരുന്നു. അമ്മയ്ക്കുള്ളിൽ തന്നെ വിഭിന്നമായ സ്വരങ്ങൾ ഉയരുന്നു. 2 അഭിപ്രായങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ നിലവിൽ അമ്മയുടെക്കുള്ളിൽ, സിനിമാ മേഖലയിൽ അമ്മ എന്ന സംഘടനയ്ക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്നു. അങ്ങനെ
എന്തായിരുന്നാലും വരുന്ന ദിവസങ്ങളിൽ അമ്മയുടെ ജനറൽ ബോഡി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് യോഗം ചേരാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നു. തൽക്കാലം സർക്കാരിന് മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രദീപ, ശരി, എന്തായാലും തുടർന്നുള്ള മണിക്കൂറുകളിൽ ഇന്ന് നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്തൊക്കെ കളികളാണ് നടക്കുക എന്ന് നമുക്ക് കണ്ടറിയാം.